പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെയാണ്. വീണ്ടും ഒരു ചോദ്യം. നമ്മളെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. യോഹന്നാൻ സ്ലീഹായിക്ക് ഇപ്പോൾ എത്ര വയസ്സായി? അതെ, ഞാൻ സംസാരിക്കുന്നത് വെളിപാട് പുസ്തകം എന്നുള്ള ആ വെളിവില്ലാത്ത പുസ്തകം, അതായത് വ്യാഖ്യാനിക്കുന്നവർക്ക്, അല്ലാതെ ബാക്കി എല്ലാവർക്കും അല്ല. വെളിപാട് പുസ്തകം ഇനിയും ഉള്ളതാണെന്ന് പറയുന്ന പെന്തിക്കോസുകാർക്ക്, ബ്രദറൻകാർ, പ്രൊട്ടസ്റ്റന്റുകാർ, അതുപോലെ കരിസ്മാറ്റിക്കിൻ്റെ അസ്ഥിതയുള്ള ജ്ഞാനഗുരുക്കന്മാർ പറയേണ്ടുന്നതാണ്. യോഹന്നാന് എത്ര വയസ്സായി? യോഹന്നാൻ ഇപ്പോൾ എവിടെയാണ് ജീവിച്ചിരിക്കുന്നത്? നിങ്ങൾ പറയണം. യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 2 പേരുടെ മരണത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഒന്ന്, കർത്താവ് തൻ്റെ സഭയെ ഏൽപ്പിച്ചു കൊടുത്ത, സഭയുടെ ഭരണം ഏൽപ്പിച്ചു കൊടുത്ത, പത്രോസിൻ്റെ മുകളിൽ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കേഫ, അതായത് പത്രോസിൻ്റെ മരണത്തെ പറ്റിയാണ് 18-19 വാക്യങ്ങൾ പറയുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ യുവാവായിരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും പോവും, എന്നാൽ വൃദ്ധനാകുമ്പോഴോ മറ്റുള്ളവർ നിന്റെ അരകെട്ടും, എന്നിട്ട് നീ അവരുടെ ഇഷ്ടത്തിന് പോകേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ട് പറയുന്നതിന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ അന്ത്യോക്യയിൽ നിന്ന് റോമായിലെത്തും, റോമായിൽ അവിടെ വെച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്രിസ്തുവിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുമ്പ് സംഭവിക്കേണ്ട കാര്യമാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്രോസ് തൻ്റെ അവസാന കാലത്ത് റോമിലെത്തുന്നു, അവിടെ വെച്ച് അദ്ദേഹം മരിക്കുന്നു, അദ്ദേഹം കൊല്ലപ്പെടുന്നു. അതേപോലെ തന്നെയാണ് പൗലോസ് ലീഹായും അവിടെ വെച്ചിട്ട് തന്നെയാണ് മരിക്കുന്നത്. അത് AD 62-64 കാലഘട്ടത്തിലാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ദേവാലയ നാശത്തിന് മുമ്പ് അദ്ദേഹം അവിടെ വെച്ച് മരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ആ 20-ാമത്തെ വാക്യം മുതൽ 24-ാമത്തെ വാക്യം വരെ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. അത് ആരെ പറ്റിയാണെന്ന് അവിടെ വ്യക്തമായിട്ട് ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ യോഹന്നാനെ പറ്റിയാണ് പറയുന്നത്. അതായത് അന്ത്യത്താഴ സമയത്ത് കർത്താവിൻ്റെ മാറുവിടത്തിൽ ചാരിക്കിടന്നുകൊണ്ട് തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആരാണ് എന്ന് കർത്താവിനോട് ചോദിക്കുന്ന ശിഷ്യനാണെന്ന്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അത് യോഹന്നാനാണെന്ന്. അപ്പോൾ യോഹന്നാൻ്റെ മരണത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതായത് ജീവന്റെ കാര്യമെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിനക്ക് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് യോഹന്നാൻ മരിക്കില്ല എന്ന് പലരും ചിന്തിച്ചു എന്ന് പിന്നെ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ കർത്താവ് പറയുന്നത് തൻ്റെ 2ാമത്തെ വരവിനെ പറ്റിയാണ്. ഈ 2ാമത്തെ വരവിനെ പറ്റിയാണ് നമ്മുടെ യോഹന്നാൻ സ്ലീഹ തൻ്റെ വെളിപാട് പുസ്തകം എഴുതുന്നത്. അപ്പോൾ ഈ AD 70-നോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ആ യുഗാവസാനത്തെ പറ്റിയും ആ യുഗാവസാനത്തിൻ്റെ അവസാനം ക്രിസ്തു വരുന്നതും ദേവാലയ നാശവും ആ കാര്യങ്ങളെ പറ്റിയാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെങ്കിൽ നിനക്കെന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞിരിക്കുന്ന വെളിപാട് പുസ്തകം ഇനി സംഭവിക്കാനാണെങ്കിൽ കർത്താവിൻ്റെ 2ാം വരവ് വരെ ജീവിച്ചിരിക്കണമെന്ന് കർത്താവിന് ആഗ്രഹമുള്ള, കർത്താവ് പറഞ്ഞ യോഹന്നാൻ സ്ലീഹായിക്ക് ഇന്ന് എത്ര വയസ്സ് പ്രായമുണ്ട്? അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ വെളിപാട് പുസ്തകം ഇനി സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് നിങ്ങളോട് വന്ന് ഏതെങ്കിലും പെന്തിക്കോസ്ത്, പ്രൊട്ടസ്റ്റന്റ്, കരിസ്മാറ്റിക്, ധ്യാനഗുരുക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കേണ്ടുന്ന ചോദ്യം, യോഹന്നാൻ സ്ലീഹായിക്ക് ഇപ്പോൾ എത്ര വയസ്സായി അച്ഛ, അല്ലെങ്കിൽ പാസ്റ്ററെ, അല്ലെങ്കിൽ മൂപ്പ എന്ന് നിങ്ങൾ ചോദിക്കണം. എത്ര വയസ്സായി യോഹന്നാൻ സ്ലീഹായിക്ക്? 2026, 2030 എത്ര വയസ്സായി? അപ്പോൾ അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൻ്റെ വെളിവില്ലായ്മകൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം.
അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് AD 63 ജെറുസലേമിന് ടൈറ്റസ് ഉപരോധിക്കാൻ തുടങ്ങുന്നത്. AD 70 അതിൻ്റെ ദേവാലയത്തിൻ്റെ നാശം പൂർണ്ണമായി സംഭവിക്കുന്നത്. അതിന് സംഭവിക്കുന്ന സമയത്ത് ആ ദേവാലയത്തിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ട് പല കാര്യങ്ങളുമാണ് ആ വെളിപാട് പുസ്തകത്തിൽ ആ ദേവാലയ നാശത്തോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വച്ചേക്കുന്നത് പലതും. അപ്പോൾ അന്നേരം ഇനി ഇതേപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ വെളിപാട് പുസ്തകത്തിനകത്ത്. ഇന്നിപ്പോൾ തൽക്കാലം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്, പത്രോസ് കർത്താവിൻ്റെ രണ്ടാം വരവ് കാണാതെ മരിക്കും എന്ന് കർത്താവ് പറയുന്നു. അതേപോലെ യോഹന്നാൻ കർത്താവിൻ്റെ രണ്ടാമത് വരവ് കണ്ടിട്ടേ മരിക്കൂ. ഞാൻ രണ്ടാമത് വരുന്നവരെ അവൻ ജീവിച്ചിരിക്കുന്നത് നിനക്ക് എന്താ കുഴപ്പമെന്നാണ് കർത്താവ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ പറയുക, എന്നാണ് ഈ യോഹന്നാൻ ശ്ലീഹ എവിടെയാണ് ജീവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് എത്ര വയസ്സായി? അദ്ദേഹം എവിടെ എന്ന് പറഞ്ഞു തരണം. ഇനി അത് അലഗോറിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരരുത്. കാരണം കർത്താവ് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഇത് ശ്ലീഹന്മാർ പറയുന്നതോ അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ പറയുന്നതോ ഒന്നുമല്ല. ഇത് കർത്താവ് നേരിട്ട് തൻ്റെ തിരുവായാൽ മൊഴിയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളാണ്. ഞാൻ വരുന്നത് വരെ അവൻ ജീവിച്ചിരിക്കണമെങ്കിൽ നിനക്ക് എന്ത് എന്ന് പത്രോസിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ പത്രോസിന് ഇതിനു മുമ്പ് പത്രോസ് മരിക്കുമെന്നുള്ള കാര്യം കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറയുക, ഈ യോഹന്നാന് എത്ര വയസ്സായി? യോഹന്നാൻ ഇപ്പോൾ എവിടെ? താങ്ക് യു.